ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ദോശയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ 2 ദോശയും ചിക്കൻ കറിയും തിന്നു. അങ്ങനെ ഉച്ചക്ക് നോക്കുമ്പോൾ ചെമ്മീൻ കറിയും സാമ്പാറും പയറ് വറവുമായിരുന്നു ഉണ്ടായത്. ചെമ്മീൻ എന്നെല്ലാം പറഞ്ഞാൽ കണ്ണിലിട്ടാൽ കാണാത്ത അത്രയും ചെറിയ ചെമ്മീനായിരുന്നു. പക്ഷെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറും നല്ല രസമുണ്ടായിരുന്നു. ഈ ചെമ്മീനെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരുന്നു. പണ്ടിങ്ങനെ അമ്മമ്മമാരെല്ലാം തപ്പാൻ വേണ്ടി പോകുമായിരുന്നു. തപ്പാൻ പോകുകയെന്ന് വെച്ചാൽ കൈപ്പാട്ടിൽ പോയിട്ട് പിന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒരു ചെമ്മീനെ പിടിക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരുമായിരുന്നു. ഇവർ പുലർച്ചെ സമയത്ത് പോയിട്ട് രാവിലെ ആകുമ്പോൾ വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് മുറ്റത്തെല്ലാം വന്ന് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ വഴിക്കേക്കൂടെ ഇങ്ങനെ വരമ്പിൻ്റെ മുകളിലേക്കൂടെ എല്ലാം എൻ്റെ വീട്ടിൻ്റെ ചുറ്റും കണ്ടല്ലോ ആണേ. അപ്പോൾ വരമ്പിലേക്കൂടെയെല്ലാം അമ്മമ്മമാരിങ്ങനെ വരിവരിയായിട്ട് പോകുന്നുണ്ടാവും. തപ്പിക്കഴിഞ്ഞിട്ട് അവർ ചെമ്മീനെല്ലാം പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടാവും. അത് ഭയങ്കര രസമാണ് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇനി അത് കാണാനുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളാണല്ലോ പിന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്. നമ്മളെന്താ എല്ലാവരും ബിസി ലൈഫ് ആയതുകൊണ്ട് ആരും ഇനിയിപ്പം കൈപ്പാട്ടിൽ പോയി തപ്പാനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉച്ചയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കല്യാണി അമ്മമ്മയാണേ. കല്യാണി അമ്മമ്മ ഇടയ്ക്കിടയ്ക്കേ വരും. വാവേനെ കാണാനാണെങ്കിലും അമ്മേനോട് വർത്തമാനം പറയാനാണെങ്കിലെല്ലാം അങ്ങനെ അമ്മയും കല്യാണ അമ്മമ്മയും ഇരുന്നിട്ട് എന്തെല്ലോ വർത്തമാനം പറയുമ്പോൾ എനിക്കിഷ്ടമാണ് അവരിടയ്ക്ക് പോയിരുന്നിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് സഞ്ജു വാവേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സഞ്ജുവിന് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളാണ് ഈ നിരത്തി വെച്ചിട്ടുള്ളത്. പഴംപൊരി ഉണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു, പത്തലുണ്ടായിരുന്നു. ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവിന് സമൂസയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചിരിമുട്ട എന്ന് പറയും. അത് ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം സാധനമാണ്. എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ സഞ്ജു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മഴയെല്ലാം പെയ്തിനായിരുന്നു. ഇടിയും മുട്ടിയിട്ടാണ് മഴ പെയ്തത്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഈ ഒരു സമയത്ത് മഴ എന്നെല്ലാം വെച്ചാൽ അതിശയം തോന്നിപ്പോയി. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാം കാലം തെറ്റിയിട്ട് വരുന്നതുകൊണ്ട് അതിൽ വലിയ അതിശയിക്കാനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ സന്ധ്യയെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് വെറുതെയെങ്കിലും അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേനും ചിക്കൻ വേവുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയാണെന്ന് മനസ്സിലായി. നോക്കുമ്പോൾ അമ്മമ്മക്ക് രാവിലെ ആക്കി വെച്ച പുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടും ചിക്കനും മിക്സ് ആക്കാമെന്ന്. അങ്ങനെ പുട്ടും ചിക്കനും മിക്സ് ആക്കി കഴിച്ചു. തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എന്തായാലും ഒരു തട്ടിക്കൂട്ട് മിക്സ് ആയിന് നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ അടുക്കളയിലെ റൗണ്ട്സിന് പോയപ്പോൾ ഒരു മാൽക്കിസ്റ്റും പിന്നെ പുല്ലുമുട്ടായും കിട്ടി. ഇതിനെല്ലാവരുടെ നാട്ടിലും എന്താ പറയുന്നറിയില്ല. നമ്മളതിനെ പുല്ലുമുട്ടായി എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ രാത്രിക്ക് ചോറും ചെമ്മീൻ റോസ്റ്റും ആയിരുന്നു. ചെമ്മീൻ റോസ്റ്റ് വേസ്റ്റ് ഒട്ടും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ പെരക്കിയിട്ടാണ് തിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ മോളും രാത്രിക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞ് ലേറ്റായിട്ടാണ് കിടന്നത്. എങ്ങനെ ചിരിക്കല് കാച്ചു കൊടുക്ക്, എങ്ങനെയാ ചിരിക്കല് കാച്ചു കൊടുത്തേ.